ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പൻസേറ്റഡ് ഡിസൈൻ യൂസിങ് റൂട്ട് ലോക്കസ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ കൺട്രോൾ പ്ലാൻ ഓഫ് എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഈസ് g of s is equal to k by s into s plus 10 the whole square. It is specified that velocity error constant of the system be equal to 20 while the damping ratio of dominant roots be 0.707. Design a suitable cascade compensation scheme to meet the specification. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഡിസൈൻ എ സ്യൂട്ടബിൾ കാസ്കേഡ് കോമ്പൻസേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് കോമ്പൻസേഷൻ ആണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് കോമ്പൻസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കാം. അവിടെ ഈ സ്റ്റഡി സ്റ്റേറ്റ് എററൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് അവിടെ യൂസ് ചെയ്യുന്നത് ലാഗ് കോമ്പൻസേറ്റർ ആണ്. അപ്പോൾ നമ്മുടെ അടുത്തോട് പറഞ്ഞിട്ടുണ്ട് വെലോസിറ്റി എറർ ഈ ഒരു വാല്യൂക്ക് എത്തിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഒരു ലാഗ് കോമ്പൻസേറ്റർ ആയിരിക്കും. ആൻഡ് g of s നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് k by s into s plus 10 the whole square. ആൻഡ് ഡോമിനൻറ്റ് റൂട്ട് ഡാമ്പിംഗ് റേഷ്യോ നമുക്ക് അവിടെ എന്താണ് അവിടെ 0.707 നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ പോൾസ് ഓഫ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. അപ്പോൾ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം g of s എന്ന് പറയുന്നത് എന്താണ് k by s into s plus 10 the whole square ആണ്. സോ പോളിൻ്റെ ലൊക്കേഷൻ വരുന്നത് എന്താണ് നമ്മൾ ഡിനോമിനേറ്റർ ടേം 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ 0 -10 -10. അപ്പോൾ നമുക്ക് രണ്ട് പോളാണ് ഇവിടെ -10 വരുന്നത്. നമുക്കത് പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ഇപ്പോൾ പോൾസ് മാത്രമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ഒറിജിനലാണ്. അപ്പോൾ ആ ഒരു പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഫസ്റ്റ് പോൾ ഒറിജിനൽ. ആൻഡ് അടുത്ത രണ്ട് പോളും വരുന്നത് നമുക്ക് -10 അപ്പോൾ അവിടെ രണ്ട് പോൾ എന്ന് പറയുമ്പോൾ അവിടെ മൾട്ടിപ്പിൾ പോളാണ് വരുന്നത്. സോ അവിടെ നമ്മളവിടെ -10 അവിടെ പോൾസ് മാർക്ക് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൂട്ട് ലോക്കസ് റിയൽ ആക്സിസിൽ എവിടെയാണ് ലൈ ചെയ്യണമെങ്കിൽ നമ്മളവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഫസ്റ്റ് പോളിൻ്റെ പുറത്തൊരു പോയിന്റ് ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നെക്സ്റ്റ് പോൾ -10 വരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് അവിടെ ടെസ്റ്റ് പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മളവിടെ ടെസ്റ്റ് പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ റൈറ്റിലേക്ക് നോക്കാം. റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഓഡ് നമ്പർ ഓഫ് പോളാണ് വരാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നോക്കുമ്പോൾ എന്താ റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പോളാണ് അവിടെ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് ഓഡ് നമ്പറാണ്. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അത്ര പോർഷൻ നമുക്ക് അവിടെ ടാർഗറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ -10 ഉണ്ടല്ലോ അതിൻ്റെ പുറത്തൊരു ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുമ്പോഴും എത്ര പോൾ വരുന്നുണ്ട്, ഈ -10 രണ്ട് പോൾ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് പോയിന്റ് നമ്മളിവിടെ ഇതിന് പുറത്ത് ചൂസ് ചെയ്തു. ആ ചൂസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് നോക്കുമ്പോൾ അപ്പോഴും അവിടെ 3 പോളാണ് വരുന്നത്. അത് ഓഡ് നമ്പറാണ്. സോ നമുക്ക് അവിടെ എൻറ്റയർ നെഗറ്റീവ് റിയൽ ആക്സിസ് നമുക്ക് അവിടെ ഡാർക്കൻ ചെയ്യാം. റൂട്ട് ലോക്കസ് ഈ ഡാർക്കൻ ചെയ്ത പോർഷനിൽ എവിടെ വേണമെങ്കിലും ആവാം. ഇതാണ് അവിടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആംഗിൾ ഓഫ് അസിംപ്ടോട്ട് ആൻഡ് സെൻട്രോയിഡ്. അപ്പോൾ ആംഗിൾ ഓഫ് അസിംപ്ടോട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ +or-180° × 2q + 1/n-m ആണ്. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ 3 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. n-m ആണല്ലോ. അപ്പോൾ 3 - 0 എന്ന് പറയുമ്പോൾ ഇവിടെ 3 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫസ്റ്റ് വാല്യൂ q = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആംഗിൾ എത്ര വരാം, 180/3 +or-60° വരും. ഇനി q = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആംഗിൾ = 180 × 3/3 എന്ന് പറയുമ്പോൾ +or-180° വരും. ഇനി ഇവിടെ ക്യൂവിനെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരാം, 180 × 5/3 എന്ന് പറയുമ്പോൾ +or-300° വരും. അത് ആൻറ്റി ക്ലോക്ക് വൈസ് മെഷർ ചെയ്യുമ്പോൾ 300 ആണെങ്കിൽ ക്ലോക്ക് വൈസ് മെഷർ ചെയ്യുമ്പോൾ അത് -or+60° ആയിരിക്കും. ഇനി അടുത്തത് q = 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആംഗിൾ = 180 × 7/3 അവിടെ +or-420° ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് എഴുതാം, +or-60° എന്ന് അവിടെ എഴുതാം. ഇനി നമുക്കിവിടെ ആംഗിൾ ഓഫ് അസിംപ്ടോട്ട് വരയ്ക്കണമെങ്കിൽ അവിടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് സം ഓഫ് പോൾസ് - സം ഓഫ് സീറോസ് ബൈ n-m ആണ്. സം ഓഫ് പോൾസ് എന്ന് പറയുമ്പോൾ 0 - 10 - 10 ഹോൾ ഡിവൈഡഡ് ബൈ n-m എന്ന് പറയുമ്പോൾ 3 ആണ് അവിടെ വരുന്നത്. അപ്പോൾ -20/3 എന്ന് പറയുന്നത് എത്ര വരും, -6.6 എന്ന് നമുക്കവിടെ വരും. ഇതാണ് ആംഗിൾ ഓഫ് അസിംപ്ടോട്ട്സ് ആൻഡ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് അസിംപ്ടോട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 60° ആണ് വരുന്നത്. ആൻഡ് സെൻട്രോയിഡ് -6.66. അപ്പോൾ ഈ റിയൽ ആക്സിസ് ഉണ്ടല്ലോ, നെഗറ്റീവ് റിയൽ ആക്സിസിൽ -6.66 നമ്മളോട് എടുത്തു. ഇതാണ് -6.66 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ആംഗിൾ ഓഫ് അസിംപ്ടോട്ട് 60° നമ്മളവിടെ മുകളിലേക്കും അതുപോലെ താഴേക്കും അവിടെ പഠിച്ചു. ഈ ഒരു പോയിന്റാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് -6.66. ആൻഡ് +or-60° എന്ന് പറയുമ്പോൾ
അവിടെ നിന്നാണ് മുകളിലേക്കും 60° താഴേക്കും 60°. അപ്പോൾ ഈ ഗ്രീൻ കളർ ഇമാജിനറി ലൈനാണ് അവിടെ അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ അതായത് C(s) by RFS എന്ന് പറയുന്നത് G(s) by 1 plus G(s) ആണ്. അപ്പോൾ G(s)ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? K/s into s plus 10 the whole square by 1 plus K/s into s plus 10 the whole square എന്ന് വരും. നമ്മളിവിടെ s into s plus 10 whole square നമ്മളിവിടെ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് LCM എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും K/s into s plus 10 whole square by s into s plus 10 whole square plus K/s into s plus 10 whole square. അപ്പോൾ നമുക്ക് ആ ഡിനോമിനേറ്റർ ടേം നമ്മളവിടെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ബാക്കി വരുന്ന ടേമാണ് ഇവിടെ K/s into s plus 10 whole square plus K. നമുക്ക് ഈ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഡിനോമിനേറ്ററാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. s into s plus 10 whole square plus K is equal to നമുക്ക് അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് വരും? K കണ്ടുപിടിക്കാം. K എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ള ടേം നമ്മൾ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ K is equal to minus of s into s plus 10 whole square എന്ന് വരും. അപ്പോൾ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരാം മൈനസ് ഓഫ് s cube plus 20s square plus 100s നമുക്ക് അവിടെ വരും. ഇനി അടുത്ത് ചെയ്യുന്നത് നമ്മളവിടെ dk/ds കണ്ടുപിടിക്കാം. എന്നിട്ട് അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. നമ്മളിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഇതാണ് K എന്ന് പറയുന്നത്, അതിന് നമ്മൾ s വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ മൈനസ് ഓഫ് s ക്യൂബ് എന്ന് പറയുമ്പോൾ 3s² പ്ലസ് s സ്ക്വയറിൻ്റെ 2s ആണ് വരുന്നത്. അപ്പോൾ 20 ഉള്ളത് കൊണ്ട് അവിടെ പ്ലസ് 40s പ്ലസ് 100 എന്ന് വരും. നമ്മളത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റൂട്ട്സ് കണ്ടുപിടിക്കാം. അപ്പോൾ s is equal to -3.33, -10. ഇതാണ് അവിടെ രണ്ട് റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എസിൻ്റെ രണ്ട് വാല്യൂ കിട്ടി, -3.33 ആൻഡ് -10 ആണ്. അപ്പോൾ നമുക്ക് കെയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ കെയുടെ ഇക്വേഷൻ വരുന്നത് മൈനസ് ഓഫ് s ക്യൂബ് പ്ലസ് 20s² പ്ലസ് 100s ആണ്. അപ്പോൾ s is equal to -3.33 നമ്മളിവിടെ കെയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ എന്താ വരാം? അവിടെ 148.14 എന്ന് നമുക്കവിടെ വരും. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് റിയൽ ആണ്. നമുക്കിനി അടുത്തൊരു വാല്യൂ കൂടി അവിടെ ചെക്ക് ചെയ്ത് നോക്കാം. അത് s is equal to -10 ആണ് സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതേപോലെ കെയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇവിടെ എസിൻ്റെ പകരം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ വരുന്നത് 0 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ, അതായത് s is equal to -3.33 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് അവിടെ പോസിറ്റീവ് ആൻഡ് റിയൽ കിട്ടിയത്. അപ്പോൾ അവിടെ ആക്ച്വൽ ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? s is equal to -3.33. അടുത്തത് ക്രോസിംഗ് പോയിന്റ് ഓൺ ഇമാജിനറി ആക്സിസ് നമ്മളോട് കണ്ടുപിടിക്കണം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് എന്താ വരുന്നത്? s into s plus 10 the whole square plus K is equal to 0 ആണ്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ s cube plus 20s² plus 100s plus K is equal to 0 എന്ന് വരും. ഇതിന് ശേഷം നമ്മളിവിടെ s is equal to j⍵ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ എസിൻ്റെ പകരം j⍵ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരാം? j⍵ ഹോൾ ക്യൂബ് പ്ലസ് 20 into s സ്ക്വയറിന് പകരം ഇട്ട് കൊടുക്കുമ്പോൾ j⍵ ഹോൾ സ്ക്വയർ പ്ലസ് 100 j⍵ പ്ലസ് K is equal to 0. ഇപ്പോൾ ഇവിടെ j ക്യൂബ് എന്ന് പറയുന്നത് -j ആണ്. ഇവിടെ വരുമ്പോൾ -j⍵³ -20⍵², കാരണം j സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്, പ്ലസ് 100 j⍵ പ്ലസ് K is equal to 0. ഇനി നമ്മളിവിടെ ഇമാജിനറി പാർട്ട് ഉണ്ടല്ലോ, അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇമാജിനറി പാർട്ട് വരുന്നത് -j⍵³ ഒരു 100 ഒമേഗയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരാം? -ω² പ്ലസ് 100ω is equal to 0. അപ്പോൾ ഈ 100ω നമുക്ക് RHSൽ കൊണ്ടുപോകാം. അപ്പോൾ ഒരു ഒമേഗ വെട്ടിപ്പോവും. അവിടെ ω² is equal to 100 എന്ന് അവിടെ വരും. അപ്പോൾ അവിടെ ω is equal to ±10 വരും. അപ്പോൾ ഇമാജിനറി ആക്സിസിൻ്റെ ക്ലോസിംഗ് പോയിന്റ് ആണ് ഇവിടെ ±J10 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബ്രേക്ക് വേ പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ബ്രേക്ക് വേ പോയിന്റ് എന്ന് പറയുന്നത് -3.33ലാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. അതുപോലെ ക്ലോസിംഗ് പോയിന്റ് ±J10 ആണ്. അപ്പോൾ അത് ആ രണ്ട് പോയിന്റ് നമ്മളവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മളൊരു ഫ്രീ ഹാൻഡ് കർവ് വരയ്ക്കുക. അപ്പോൾ അതായിരിക്കും നമ്മുടെ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ റെഡ് കളർ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അതാണ് നമ്മുടെ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് വേ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ -3.33 ആൻഡ് ക്രോസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ±J10. ഇതാണ് നമ്മുടെ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മളവിടെ ഡോമിനൻറ്റ് പോള് കണ്ടുപിടിക്കണം, അതായത് SD. അപ്പോൾ അതിന് വേണ്ടി നമുക്കവിടെ സീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഡാമ്പിംഗ് റേഷ്യോ 0.707. നമുക്ക് ഈ ഒരു ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ട്, അത് കോസ് ഇൻവേഴ്സ് സീറ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് എത്ര വരുന്നത്? കോസ് ഇൻവേഴ്സ് 0.707 എന്ന് പറയുന്നത് 45 ഡിഗ്രി അവിടെ വരും. അപ്പോൾ നമുക്ക് ഇനി റൂട്ട് ലോക്കസിൽ ഈ 45 ഡിഗ്രി എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. നമ്മൾ കണ്ടുപിടിച്ച ആ ആൽഫ ആംഗിൾ ഉണ്ടല്ലോ 45 ഡിഗ്രി, നമുക്കിവിടെ ഫസ്റ്റ് പോൾ വരുന്നത് ഒറിജിനിലാണ്. അപ്പോൾ ഈ ഒറിജിനിൽ നിന്നിട്ട് നമ്മൾ ഈ റൂട്ട് ലോക്കസിലേക്ക് ഒരു 45 ഡിഗ്രി ലൈൻ വരയ്ക്കാം. അപ്പോൾ ഈ 45 ഡിഗ്രി ലൈൻ ഈ റൂട്ട് ലോക്കസിൽ മുട്ടുന്ന പോയിന്റ് നോക്കാം. അപ്പോൾ അത് ഈ ഒരു പോയിന്റിലാണ് അവിടെ മുട്ടുന്നത്. ആ മുട്ടുന്ന പോയിന്റിൽ നിന്നിട്ട് ബാക്കിയുള്ള എല്ലാ പോളുകളിലേക്കും നമ്മളവിടെ ഒരു ലൈൻ ജോയിൻ ചെയ്യാം. നമ്മളിവിടെ ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിലോ, അത് റൂട്ട് ലോക്കസിൽ നമ്മൾ ഈ 45 ഡിഗ്രി ലൈൻ വരച്ചു തരും. അപ്പോൾ അത് ആ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മുടെ ഡോമിനൻറ്റ് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എത്ര വരുന്നത്?
നമ്മൾ റിയൽ ആക്സിസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ -2.9 ആണ് വരുന്നത്. അതുപോലെ ഇമാജിനറി ആക്സിസിലും -j2.9 ആണ് വരുന്നത്. അപ്പോൾ SD എന്ന് പറയുന്നത് -2.9 ±j2.9 ആണ് നമുക്കിവിടെ കിട്ടിയത്. ആ മുട്ടുന്ന പോയിന്റിൽ നിന്നിട്ട് ബാക്കിയുള്ള എല്ലാ പോളുകളിലേക്കും നമ്മളവിടെ ഒരു ലൈൻ ജോയിൻ ചെയ്യാം. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ L1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലെങ്ത് ആ പോളിൽ നിന്നിട്ടുള്ള ലൈൻ നമ്മൾ L1 മാർക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ -10 രണ്ട് പോളുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് ലെങ്ത് വരും, അത് വെക്ടർ ലെങ്ത് വരും. അപ്പോൾ അവിടെ അതായത് L2 ആൻഡ് L3 നമുക്ക് ഈ ഒരു സെയിം ലൈൻ ആയിരിക്കും അവിടെ വരാം. ഇനി നമ്മളിവിടെ ആ L1, L2 ആൻഡ് L3 മെഷർ ചെയ്യുക. അതായത് സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുക. അതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള സ്കെയിൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ = 2 യൂണിറ്റ് ആണ്. അപ്പോൾ 2 യൂണിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ മെഷർ ചെയ്ത വാല്യൂ ഇൻറ്റു 2 ചെയ്യണം. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് L1 4.1 ആൻഡ് L2 L3 7.7 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ K എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിൽ പോൾസിലേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ലെങ്ത്തുകൾ പ്രോഡക്റ്റ് എടുത്താൽ മതി. അതായത് L1 L2 L2 L3 ബൈ ഡിനോമിനേറ്ററിൽ ശരിക്കും സീറോസിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ ലെങ്ത് ആണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് സീറോസ് ഒന്നും ഇല്ലാത്ത അതുകൊണ്ട് അവിടെ 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. അവിടെ എത്ര വരുന്നത് 4.1 × 7.7 × 7.7 ബൈ 1 എത്ര വാല്യൂ വരാം 243.089 നമുക്കിവിടെ കെയുടെ വാല്യൂ കിട്ടി. ഇനി അടുത്തത് നമ്മൾ ബീറ്റ കണ്ടുപിടിക്കണം. ബീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കെ ഓൾറെഡി നമുക്ക് എത്ര കിട്ടിയത് 243.089 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്കതൊരു റൗണ്ട് ഓഫ് ഫിഗർ ആക്കാം. അതായത് 240 എന്ന് നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ g(s) = k/s × s+10 2 ആണ് വരുന്നത്. അപ്പോൾ കെക്ക് നമ്മളവിടെ 240 ഇട്ട് കൊടുക്കുമ്പോൾ എത്ര വരും 240/s × s+10 2 നമുക്കവിടെ വരും. ഇനി വെലോസിറ്റി അതർ കോൺസ്റ്റന്റ് ഓഫ് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റം. നമ്മൾ ഇപ്പോൾ കോമ്പൻസേറ്റഡ് ഡിസൈൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ KVU എന്ന് പറയുന്നത് എന്തായിരിക്കും വരാം, ലിമിറ്റ് s → 0 of s × g(s) ആണ്. അപ്പോൾ അവിടെ ആ s × g(s) പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ലിമിറ്റ് s → 0 of s × 240/s × s+10 2. അപ്പോൾ നമുക്ക് ആ എസ് അവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. എന്നിട്ട് ലിമിറ്റ് s → 0 കൊടുക്കുമ്പോൾ അവിടെ എന്ത് വരും 240/100 എന്ന് വരും. അപ്പോൾ അവിടെ വാല്യൂ വരുന്നത് എത്രയാണ് 2.4 എന്ന് നമുക്കവിടെ വരും. ഇനി ഡിസൈഡ് വെലോസിറ്റി അതർ കോൺസ്റ്റന്റ് അത് നമുക്കവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണത് KVD എന്ന് പറയുന്നത് 20 എന്നോടെ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ A എന്ന് പറഞ്ഞ് നമ്മളൊരു ഫാക്ടറോടെ കണ്ടുപിടിക്കണം. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡ് വെലോസിറ്റി അതർ കോൺസ്റ്റന്റ് ബൈ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ വെലോസിറ്റി അതർ കോൺസ്റ്റന്റ് KVD/KVU. ഇപ്പോൾ 20/2.4 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര വരും, അവിടെ വാല്യൂ 8.33 എന്നവിടെ വരും. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്ക് 1.2 × A ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അവിടെ എക്ക് ഈ 8.33 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, അവിടെ 9.996 എന്ന് വരും. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി = 10. അപ്പോൾ ബീറ്റയുടെ വാല്യൂ നമുക്ക് അവിടെ 10 ആയിട്ട് എടുക്കാം. ഇനി അടുത്തത് ഡിറ്റർമിൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ സീറോ ഓഫ് കോമ്പൻസേറ്റർ ZC കണ്ടുപിടിക്കണം. എന്ന് പറയുന്നത് -1/t ആണ്. is equal to 0.1 × second pole of g(s) ആണ് വരുന്നത്. സെക്കൻഡ് പോൾ എന്ന് പറയുന്നത് s is equal to -10 അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.1 × -10 എന്ന് പറയുന്നത് -1 വരും. അതായത് -1/t എന്ന് പറയുന്നതാണ് -1 എന്ന് പറയുന്നത്. അവിടെ മൈനസ് പോകും. അപ്പോൾ 1/t is equal to 1 എന്ന് വരും. അവിടെ GC(s) എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ സീറോസും ഡിനോമിനേറ്ററിൽ പോൾസാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ s+1/t/s+1/βt പോളിൻ്റെ ലൊക്കേഷനാണ് ഇവിടെ -1/βt എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും s+1/s+1/10 × 1 കൊടുത്തു. അപ്പോൾ അവിടെ 1/10 എന്ന് പറയുന്നത് 0.1 ആണല്ലോ. അപ്പോൾ അവിടെ s+1/s+0.1 എന്ന് നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൻസേറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കോമ്പൻസേറ്റഡ് സിസ്റ്റം ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അതായത് G(0)(s) എന്ന് പറയുന്നത് നമ്മളിവിടെ ഇത് രണ്ട് ബ്ലോക്ക് GC(s)ഉം G(s)ഉം കാസ്കേഡ് ചെയ്തേക്കല്ലേ. അപ്പോൾ അത് ഒരുമിച്ച് എഴുതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും s+1/s+0.1 × 240/s × s+10 2 എന്ന് വരും. ഇനി നമ്മളവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ 240s+1/s × s+0.1 × s+10 2 എന്ന് വരും. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ ഡിസൈൻ ചെയ്തല്ലേ ആ KVയുടെ വാല്യൂ ചെക്ക് ചെയ്യണം. നമുക്ക് ഡിസൈഡ് വാല്യൂ ആയിട്ട് വരുന്നുണ്ടോ എന്ന്, മാച്ചിങ് ആണോ എന്ന് നോക്കണം. അപ്പോൾ KVC is equal to, അതായത് കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ KV is equal to limit s → 0 of s × G(0)(s) ആണ്. അപ്പോൾ G(0)(s) നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ലിമിറ്റ് s → 0 of s × 240s+1/10
എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 10 ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് അവിടെ എസ് ക്യാൻസൽ ചെയ്തിട്ട് കളയാം. എന്നിട്ട് ബാക്കി നമ്മളവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെയൊക്കെ എസ്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ 240/10² ഇൻറ്റു 0.1 എന്ന് നമുക്കവിടെ വരും. അപ്പോൾ അത് 10² ഇൻറ്റു 0.1 നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരാം? അവിടെ 10 ആണ് വരുന്നത്. അപ്പോൾ 240/10 എന്ന് പറയുമ്പോൾ 24 എന്ന് വരും. അപ്പോൾ ഈ കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ കെ വി ഉണ്ടല്ലോ, അതായത് KVC എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ KVD ആണ്. അതായത് ഡിസൈഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 20 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡിസൈൻ എന്താണ്? അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യുക റൂട്ട് ലോക്കസ് യൂസ് ചെയ്തുകൊണ്ട്.